എവറ കൺവെൻഷന്റെ 7ാം ദിവസത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഗ്ലോറിയസ് ഗോസ്പലിന്റെ ആഭിമുഖ്യത്തിൽ എവറ കൺവെൻഷന്റെ 7ാം ദിവസത്തിലേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാണ്. ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും വളരെ നല്ല ആഴമുള്ള ചിന്തകൾ ഈ ദിവസം നമുക്ക് കേൾക്കുവാനായിട്ട് സാധിച്ചു. ബഹുമാനപ്പെട്ട അഭിഷിക്തരിലൂടെയും അന്മേനികളുടെയൊക്കെയും നല്ല ആഴമേറിയ ദൈവവചനത്തിൽ നിന്നുള്ള ചിന്തകൾ നാം കേൾക്കുകയുണ്ട്. ഇന്ന് നമ്മോടൊപ്പം ആയിരിക്കുന്നത് എത്രയും ബഹുമാനപ്പെട്ട ജോർജ് തങ്കച്ചൻ അച്ഛനാണ്. ആലപ്പുഴ സ്വദേശിയാണ്. ഇപ്പോൾ അച്ഛൻ അയർലൻഡിൽ സേവനം അനുഷ്ഠിക്കുന്നു. മലങ്കര ഇന്ത്യൻ ഓർത്തഡോക്സ് സഭയുടെ ഒരു വൈദികനാണ് ബഹുമാനപ്പെട്ട അച്ഛൻ ഇതിനു മുമ്പ് പല പ്രാവശ്യം നമ്മളുമായിട്ട് സഹകരിച്ച് പ്രവർത്തിച്ചിട്ടുള്ള ഒരു അച്ഛനാണ്. അച്ഛനെ വളരെ സന്തോഷപൂർവ്വം ഗ്ലോറിയസ് ഗോസ്പൽ എല്ലാ ടീമംഗങ്ങളുടെയും പേരിൽ, ബഹുമാനപ്പെട്ട ഷിബു പീഡിയക്കലിന്റെയും പേരിൽ ഞങ്ങൾ വളരെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യും. കൂടെ ഞങ്ങളെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഈ സൂമിലൂടെയും അതുപോലെ ഫേസ്ബുക്കിലൂടെയും ഞങ്ങളെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് അച്ഛനെ വചന സന്ദേശം നൽകുന്നതിനായിട്ട് ക്ഷണിക്കുന്നു. വെൽക്കം അച്ഛ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ ത്രിയേക ദൈവത്തിന്റെ തിരുനാമത്തിൽ തനിക്ക് സ്തുതി. നമ്മുടെ മേൽ തന്റെ കരുണയും മനോഗുണവും എന്നേക്കും ഉണ്ടാവുകയും ചെയ്യുമാറാകട്ടെ. ആമേൻ. എന്റെ എത്രയും സ്നേഹിക്കപ്പെട്ടിരിക്കുന്ന സുഹൃത്ത് ഷിബു പീഡിയക്കൽ പാസ്റ്റർ, ഗ്ലോറിയസ് ഗോസ്പലിന്റെ സജീവ പ്രവർത്തകരെ, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇരുന്നു കൊണ്ട് ഈ കൺവെൻഷനിൽ കേൾക്കുന്ന സൂമിലൂടെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വേദനായ കർത്താവിന്റെ നിസ്തുല്യമായ നാമത്തിൽ എന്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. വളരെ സന്തോഷമുണ്ട്. ഒരു 3-4 വർഷമായി ഞാനും ബഹുമാനപ്പെട്ട ഷിബു പീഡിയക്കൽ പാസ്റ്ററുമായി നല്ല ഒരു സ്നേഹബന്ധം ആരംഭിക്കുവാൻ തക്കവണ്ണം സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് ദൈവത്തിന്റെ ഒരു നടത്തിപ്പായിട്ട് ഞാൻ കാണുന്നു. ഗ്ലോറിയസ് ഗോസ്പല് നല്ല ഒരു പ്രവർത്തനമാണ്, ഒരു മിഷൻ പ്രവർത്തനമാണ് കാഴ്ചവെക്കുന്നത് എന്നുള്ളത് എല്ലാവർക്കും സന്തോഷവും അഭിമാനവും നൽകുന്ന കാര്യമാണ്. ദൈവം കൂടുതലായി ഗ്ലോറിയസ് ഗോസ്പലിനെയും ബഹുമാനപ്പെട്ട ഷിബു പീഡിയക്കലിനെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. ഇപ്രകാരം ഈ ഹെവോറോ ദിവസത്തിന്റെ കൺവെൻഷന്റെ അവസാന ദിവസത്തെ തിരുവചനം പങ്കുവയ്ക്കുവാനായി നിങ്ങളുമായി ദൈവത്തിന്റെ വചനങ്ങളെ ധ്യാനിക്കുവാനായി എന്നെ ക്ഷണിച്ചതിലുള്ള പ്രത്യേകമായ നന്ദിയും സ്നേഹവും ഞാൻ ആദ്യം തന്നെ അറിയിക്കുകയും ചെയ്യും. ക്രിസ്തീയ സഭയുടെ സവിശേഷത എന്താണ് എന്ന് ചോദിച്ചാൽ, നിസ്തർക്കമായും മറ്റ് മതങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി എന്താണ് ക്രിസ്തീയ സഭയുടെ സവിശേഷത എന്ന് ചോദിച്ചാൽ ഞാൻ പറയും, ഒരു പക്ഷേ നിങ്ങൾ എല്ലാവരും എന്നോട് യോജിക്കുമെന്നും ആ ഒരു കാര്യത്തിൽ യോജിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഉയർത്തെഴുന്നേറ്റവനായ കർത്താവ് എന്നുള്ളതാണ്. ഇതിനെക്കുറിച്ചാണ് വിശുദ്ധ പൗലോസ്ലീഹ കൊരിന്ത്യർക്കാർക്ക് എഴുതിയ 1-ാം ലേഖനം 15-ാം അധ്യായം 14-ാം വാക്യത്തിൽ പറയുന്നു, ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടില്ല എങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥം, നിങ്ങളുടെ വിശ്വാസം വ്യർത്ഥം. യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു എന്നുള്ളത് കൊണ്ടാണ് ഞാനും നിങ്ങളും ഇന്ന് ഇവിടെ ഈ സൂമിലൂടെ നമ്മൾ മീറ്റ് ചെയ്യുന്നത്. ദൈവവചനം ഇതിന്റെ മഹത്വം എന്ന് പറയുന്നത്, യേശുക്രിസ്തു 2000 വർഷം മുമ്പ് ഭൂമിയിൽ അവതരിച്ചപ്പോൾ അവൻ ജനിച്ച് മനുഷ്യരുടെ ഇടയിൽ പാർത്തു, മരിച്ചു, അടക്കപ്പെട്ടു, 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു എന്നുള്ളതാണ്. ആ ഒരു വലിയ സത്യമാണ്. അതിന്റെ ഒരു ആചരണമാണ്, അതിന്റെ അനുസ്മരണമാണ് നാം എല്ലാ വർഷവും നടത്തുന്നത്. എന്താണ് ഈ ഉയർപ്പ് പെരുന്നാള്? ഉയർപ്പ് പെരുന്നാളിനെ സംബന്ധിച്ചിടത്തോളം ഓർത്തഡോക്സ് കാഴ്ചപ്പാടനുസരിച്ച് ഏറ്റവും ശ്രേഷ്ഠമായ പെരുന്നാളായിട്ടാണ്
ഉയർപ്പ് പെരുന്നാളിന്. ജനന പെരുന്നാളിനേക്കാൾ പ്രാധാന്യം പരിശുദ്ധ സഭ നൽകുന്നത് ഉയർപ്പ് പെരുന്നാളിന്. പാശ്ചാത്യ സഭകള് കർത്താവിന്റെ ജനന പെരുന്നാളിനാണ്, എൽദോ പെരുന്നാളിനാണ് പ്രാധാന്യം കൽപ്പിക്കുന്നതെങ്കിൽ പൗരസ്ത്യ സഭയെ സംബന്ധിച്ചിടത്തോളം ഉയർപ്പ് പെരുന്നാളിനാണ് ഏറ്റവും വലിയ പ്രാധാന്യം. എല്ലാ പ്രവാചകന്മാരും ജനിച്ചിട്ടുണ്ട്, പക്ഷെ ഒരു പ്രവാചകൻ പോലും ഉയർത്തെഴുന്നേറ്റതായിട്ട് പറയുന്നില്ല. ഉയർത്തെഴുന്നേറ്റ ആ ഒരു മഹത്വം, ആ ഒരു യുണീക്നെസ്, അത് യേശുക്രിസ്തുവിന് മാത്രമാണ് കൽപ്പിക്കപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ തീർച്ചയായും അതാണ് ഹൈലൈറ്റ് ചെയ്യേണ്ടത്. ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഉയർത്തിക്കാട്ടുവാനായിട്ടുള്ളത് ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിനെയാണ്. മരിച്ച ക്രിസ്തുവിനെ വി പ്രീച്ച് ദ ക്രൈസ്റ്റ് ക്രൂസിഫൈഡ് എന്ന് ഒരു സ്ലീഹ ഓർമ്മിപ്പിക്കുന്നുണ്ടെങ്കിൽ, ദുഃഖവെള്ളിയാഴ്ചയാണ് നമ്മുടെ സാധാരണ നിലയിൽ ആരാധനയ്ക്കൊക്കെ. ദേവാലയത്തിൽ ഒരിക്കൽ പോലും ആരാധനയിൽ സംബന്ധിക്കാത്ത ഒരു ദുഃഖവെള്ളിയാഴ്ച പോകും. ദുഃഖവെള്ളിയാഴ്ച എവിടെയാണെങ്കിലും അവിടെ പള്ളിയിൽ പോവുക സർവ്വസാധാരണമാണ്, പണ്ട് മുതൽ നമ്മളൊക്കെ കണ്ടുവരുന്നത്. പക്ഷേ ഉയർപ്പിനെ സർവ്വസാധാരണയായി കാണാറില്ല എന്നുള്ളതാണ് ഒരു ഇതിലെ ദുഃഖസത്യം. കർത്താവിന്റെ പരമയാഗത്തിന്റെ കൾമിനേഷൻ, ക്ലൈമാക്സ് ഓഫ് ദ സുപ്രീം സാക്രിഫൈസ് എന്ന് പറയുന്നത് കർത്താവിന്റെ ഗോഗൽത്തായിലുള്ള കുരിശുമരണമാണ്. അതിന്റെ പൂർണ്ണത കാണുന്നത് കുരിശുമരണത്തിന്റെ, കർത്താവിന്റെ മനുഷ്യാവതാരത്തിന്റെ ക്ലൈമാക്സ് എന്ന് പറയുന്നത് ഗോഗൽത്തായിൽ കുരിശിന്മേലുള്ള തന്റെ പരമയാഗമാണെങ്കിൽ, ആ കുരിശുമരണത്തിന്റെ പൂർത്തീകരണം എന്ന് പറയുന്നത്, the consummation of that crucifixion is the resurrection of our Lord. കർത്താവിന്റെ ഉയർപ്പാണ്, പുനരുദ്ധാനമാണ് കുരിശുമരണത്തിന്റെ അല്ലെ കാൽവറിയിലെ പരമയാഗത്തിന്റെ പൂർത്തീകരണം എന്ന് പറയുന്നത്. അപ്പൊ കർത്താവ് ഉയർത്തിട്ടില്ല എങ്കിൽ ദുഃഖവെള്ളിയാഴ്ചക്ക് പ്രസക്തി ഇല്ലാതെ. മരിച്ചു, അടക്കപ്പെട്ടു, മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റു. കർത്താവിന്റെ അടക്കത്തിനും പ്രസക്തി, അതിനേക്കാളുപരി കർത്താവ് പരമയാഗമായി തീർന്നു. കർത്താവ് ഖബറടങ്ങി പാതാളത്തിൽ പോയി വാങ്ങിപ്പോവരോട് സുവിശേഷം അറിയിച്ചു. അതിനുശേഷം മൂന്നാം ദിവസം അവൻ ഉയർത്തെഴുന്നേറ്റു. അതിന്റെ ആചരണമാണ് നമ്മൾ എല്ലാ എല്ലാ വർഷവും ഈസ്റ്റർ കൊണ്ടാടുന്നത്. എന്ന് മാത്രമല്ല, അതിന്റെ അനുസ്മരണമായിട്ട്, അതിന്റെ തുടർച്ചയായി, അതിന്റെ ഓരോ പ്രാവശ്യവും അതിനനുസ്മരിച്ചുകൊണ്ടാണ് ഓരോ ഞായറാഴ്ചയും പഴയ നിയമ ശാബത്തിന് പകരം റീപ്ലേസ് ചെയ്തുകൊണ്ട്, ശനിയാഴ്ച ശാബത്തിനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് ഞായറാഴ്ച ആഴ്ചവട്ടത്തിന്റെ ഒന്നാം നാളിൽ അപ്പോസ്തലന്മാർ ഒരുമിച്ച് കൂടി സഭയിൽ ആരാധന നടത്തിക്കൊണ്ടു പോരുന്നു. അത് കർത്താവിന്റെ ഉയർപ്പിന്റെ തുടർച്ചയാണ്. ഉയർപ്പിനെ അനുസ്മരിക്കാൻ വേണ്ടിയാണ്. ഉയർപ്പിന്റെ ആ ശക്തി ചൈതന്യമാണ് ഇന്നും നമ്മളിൽ ഓരോരുത്തരും പരിലസിക്കുന്നത്, പരിശുദ്ധ സഭയിൽ നിറഞ്ഞു നിൽക്കുന്നത്. അപ്പം പരിശുദ്ധ സഭയെ, അല്ലെ ക്രിസ്തീയ സഭയെ ശ്രേഷ്ഠമായി വേറിട്ട് നിർത്തുന്നത് ക്രിസ്തുവിന്റെ ഈ കുരിശുമരണവും ഖബറടക്കവും പുനരുദ്ധാനവും. വലിയൊരു പ്രത്യാശയോട് കൂടിയാണ് നമ്മള് നിലകൊള്ളുന്നത്. നമ്മുടെ പ്രത്യാശ എന്ന് പറയുന്നത് പുനരുദ്ധാനം ചെയ്ത ക്രിസ്തുവിനെ പോലെ ഞാനും നിങ്ങളും കർത്താവിന്റെ രണ്ടാമത്തെ വരവിൽ പുനരുദ്ധാനം ചെയ്ത് തന്റെ വലത്ത് ഭാഗത്ത് ഇരിക്കുവാനുള്ള ഭാഗ്യം, ദൈവത്തിന്റെ സന്നിധിയിൽ നിത്യതയിൽ കഴിയാൻ സാധിക്കും എന്നുള്ള വലിയ പ്രത്യാശയാണ്. പൗലോസ് പറയുന്നത് പോലെ, വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യത്തിന്റെ നിശ്ചയമാണ്. വിശ്വാസം ആശിക്കുന്നതിന്റെ ഉറപ്പാണെങ്കിൽ തീർച്ചയായും, ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യത്തിന്റെ നിശ്ചയമാണെങ്കിൽ കർത്താവ് ഉയർത്തെഴുന്നേറ്റതുപോലെ ഞാനും നിങ്ങളും ഉയർത്തെഴുന്നേൽക്കും എന്നുള്ളതാണ്. ആ വലിയ പ്രത്യാശയിൽ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. അല്പസമയത്തെ ചിന്ത നിങ്ങളുമായി പങ്കുവയ്ക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത്, നമുക്കെല്ലാവർക്കും അറിയാം, നാളെ പുതു ഞായറാഴ്ചയാണ്.
പൊതു ഞായറാഴ്ചയിൽ സാധാരണ സഭയുടെ ലക്ഷണറി അനുസരിച്ച് ക്രമീകരിച്ചിരിക്കുന്നത് ശിഷ്യന്മാര് യഹൂദന്മാരെ ഭയന്ന് മുറി അടച്ച് വാതിലടച്ച് മുറിക്കകത്ത് ഇരിക്കുമ്പോൾ ഉയർത്തെഴുന്നേറ്റവനായ കർത്താവ് ശിഷ്യന്മാരുടെ മധ്യേ വന്ന് അവരോട് പറയുന്നു, നിങ്ങൾക്ക് സമാധാനം. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 20-ാമത്തെ അധ്യായത്തില് അത് സവിസ്തരം പറയുന്നു. ആഴ്ചവട്ടത്തിൽ 1-ാം നാളായ ദിവസം വൈകുന്നേരമായപ്പോൾ ശിഷ്യന്മാരിരുന്ന സ്ഥലത്ത് യഹൂദന്മാരെ പേടിച്ച് വാതിലടച്ചിരിക്കെ യേശു വന്ന് നടുവിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് സമാധാനം എന്ന് അവരോട് പറഞ്ഞു. ഇത് പറഞ്ഞിട്ട് അവർ കൈയും വിലാപ്പുറവും അവരെ കാണിച്ചു. കർത്താവിനെ കണ്ടിട്ട് ശിഷ്യന്മാർ സന്തോഷിച്ചു. യേശു പിന്നെയും അവരോട്, നിങ്ങൾക്ക് സമാധാനം. പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു. അവൻ അവരുടെ മേൽ ഊതി അവരോട്, പരിശുദ്ധാത്മാവിനെ കൈക്കൊള്ളുവിൻ. ആരുടെ പാപങ്ങൾ നിങ്ങൾ മോചിക്കുന്നുവോ മോചിക്കപ്പെട്ടിരിക്കുന്നു, ആരുടെ പാപങ്ങൾ നിവർത്തിക്കുന്നുവോ അവർക്ക് നിവർത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞു. എന്നാൽ യേശു വന്നപ്പോൾ 12 ഒരുവനായ ദിദിമോസ് എന്ന തോമാസ് ലീഹ അവരോട് കൂടി ഇല്ലായിരുന്നില്ല. മറ്റേ ശിഷ്യന്മാരോട്, ഞങ്ങൾ കർത്താവിനെ കണ്ടു എന്ന് പറഞ്ഞാറേ, ഞാൻ അവന്റെ കൈകളിൽ ആണിപ്പഴുത് കാണുകയും ആണിപ്പഴുതിൽ വിരലിടുകയും അവന്റെ വിലാപ്പുറത്ത് കൈയിടുകയും ചെയ്തിട്ടല്ലാതെ വിശ്വസിക്കുകയില്ല എന്ന് പറഞ്ഞു. 8 ദിവസം കഴിഞ്ഞ് ശിഷ്യന്മാർ പിന്നെയും അകത്ത് കൂടിയിരിക്കുമ്പോൾ തോമസും അവരോട് കൂടി ഉണ്ടായിരുന്നു. വാതിലടച്ചിരിക്കെ യേശു തമ്പുരാൻ നടുവിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞു. പിന്നെ തോമാസ് ലീഹയോട്, നിന്റെ വിരൽ ഇങ്ങോട്ട് നീട്ടി എന്റെ കൈ കാണുക, നിന്റെ കൈ നീട്ടി എന്റെ വിലാപ്പുറത്തിടുക, അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കുക. തോമാസ് ലീഹ അവനോട്, എന്റെ കർത്താവും എന്റെ ദൈവവുമേ എന്ന് ഉത്തരം പറഞ്ഞു. യേശു തമ്പുരാൻ അവനോട്, നീ ഇന്ന് എന്നെ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു, കാണാതെ വിശ്വസിച്ചത് ഭാഗ്യവാന്മാർ എന്ന് പറഞ്ഞു. യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം 19 മുതൽ 29 വരെയുള്ള വാക്യങ്ങളാണ് വായിച്ചത്. ഇതിന്റെ കോണ്ടെക്സ്റ്റ് നമുക്ക് എല്ലാവർക്കും അറിയാം. അടച്ചിട്ടിരുന്ന മുറിയിൽ തേജസ്കരിക്കപ്പെട്ട കർത്താവിന് കടന്നു ചെല്ലുവാനായിട്ട് സാധിക്കും. ഇതാണ് ഉയർപ്പിൽ നമുക്കുണ്ടാകുന്ന രൂപാന്തരം എന്ന് പറയുന്നത്. കർത്താവിന് അത് സാധ്യമായി. നമുക്കിന്ന് അടച്ചിട്ട മുറിക്കകത്ത് പ്രവേശിക്കണമെങ്കിൽ വാതിൽ തുറന്നേ പറ്റും. അടച്ചിട്ടിരിക്കുന്ന മുറിക്കകത്ത് കടക്കാൻ തക്കവണ്ണം നമ്മളുടെ ശരീരം സ്ഥൂല ശരീരം സൂക്ഷ്മ ശരീരമായി മാറാനായിട്ട് സാധിക്കുന്നു. കർത്താവിനെ സംബന്ധിച്ചിടത്തോളം ഗ്ലോറിഫൈഡ് ബോഡി ആയിരുന്നു. അതുകൊണ്ട് ആ മുറിക്കകത്ത് കടക്കാനായിട്ട് സാധിച്ചു. അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. ഭയചകിതരായിരുന്ന ശിഷ്യ സമൂഹത്തിൽ യഹൂദന്മാരോടുള്ള ഭയത്തെ പ്രതി അവര് അടച്ചിട്ടിരുന്ന മുറിയിലായിരുന്നപ്പോൾ അവർക്ക് സമാധാനം നൽകിയ ഒരു ദൈവത്തെയാണ് കാണാൻ സാധിക്കുന്നത്. സമാധാനം ലോകം തരുന്നത് പോലെയല്ല, ഞാൻ നിങ്ങൾക്ക് സമാധാനം നൽകും എന്ന് പറഞ്ഞ് കർത്താവ് വാഗ്ദത്തം ചെയ്ത കർത്താവ് നിവർത്തിക്കുക. പ്രിയ സഹോദരങ്ങളെ, ഈ ശിഷ്യന്മാരെ പോലെ ഇന്ന് ഞാനും നിങ്ങളും ഒരു വിധത്തിലല്ലേ മറ്റൊരു വിധത്തിൽ ഭയചകിതരാണ്. ഇന്ന് ലോകം മുഴുവൻ ഒരു ഭീതിതമായ അവസ്ഥയിൽ മുറി അടച്ച് ഇരിക്കുകയാണ്. നമ്മൾ കഴിഞ്ഞ ഒരു വർഷമായി, for the last 1 year or more, നമ്മളെല്ലാം we are confined within the 4 walls of our houses. നമ്മുടെ ഭവനങ്ങളുടെ 4 ചുവരുകൾക്കുള്ളിൽ നമ്മൾ ഓരോരുത്തരും കൺഫൈൻമെന്റിലാണ്. കോവിഡ് എന്ന മഹാമാരിയെ പേടിച്ച് എല്ലാവരും അവരവരുടെ വീടുകളിൽ ഒതുങ്ങിക്കഴിയുകയാണ്. പള്ളിയിൽ പോലും പോകാൻ സാധിക്കുന്നില്ല. ഒരു സ്ഥലത്ത് ധൈര്യമായി പോകാൻ പറ്റുന്നില്ല. പ്രിയപ്പെട്ടവരെ കണ്ടാൽ, സുഹൃത്തുക്കളെ കണ്ടാൽ, ആത്മമിത്രത്തെ കണ്ടാൽ കൈ കൊടുക്കാൻ പോലും നമുക്ക് സാധിക്കുന്നില്ല. ഈ ഒരു അവസ്ഥയിൽ കഴിഞ്ഞ ഒരു വർഷമായി നമ്മൾ കഴിയുകയാണ്. ഉയർത്തെഴുന്നേറ്റ കർത്താവ് തരുന്ന സമാധാനം ശിഷ്യന്മാരുടെ അടുക്കലേക്ക് അവൻ കടന്നു ചെല്ലുകയാണ്. നമ്മളും ഈ ശിഷ്യന്മാരെ പോലെ മുറിയടച്ച് ഇരിക്കുകയാണ്. അവിടേക്ക് വരുമ്പോഴാണ് ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു ഭയജഗതരായിരിക്കുന്നവർക്ക് എന്നും ആശ്വാസം നൽകാൻ, സമാധാനം നൽകുവാൻ പ്രാപ്തനായ ഒരു ദൈവത്തെയാണ് നമുക്ക് ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിൽ കാണാനായിട്ട് സാധിക്കും. God is right in front of us, telling us or offering us the peace that transcends all understanding. സകല ബുദ്ധിയും കവിയുന്ന സമാധാനം
ഇത് ലോകം തരുന്ന സമാധാനമല്ല, അത് നശ്വരമാണ്. നിത്യമായ ശാശ്വതമായ സമാധാനം അത് നമുക്ക് കർത്താവ് വാഗ്ദാനം ചെയ്യുന്നു. അപ്പൊ യൂറോപ്പിന്റെ ഏറ്റവും വലിയ ഓഫർ എന്ന് പറയുന്നത് ദ പ്രോമിസ് ഓഫ് റിസറക്ഷൻ ഓർ റിസറക്റ്റഡ് ക്രൈസ്റ്റ് ഈസ് ദാറ്റ് പീസ്. സമാധാനമാണ്. ഇന്നത്തെ മനുഷ്യർക്ക് ഇല്ലാത്തത് സമാധാനമാണ്. ലോകം മുഴുവൻ വലിയ പ്രതിസന്ധിയിലൂടെ, പ്രയാസഘട്ടത്തിലൂടെ കടന്നു പോകുന്ന സമയത്ത് മെഡിക്കൽ സയൻസ് പോലും പകച്ചു നീക്കുക. ഒരു വിധത്തിൽ ഒരു വർഷം കൊണ്ട് ശാസ്ത്രം പരീക്ഷണങ്ങൾ നടത്തി വാക്സിൻ ഡെവലപ്പ് ചെയ്തു. നമ്മളെല്ലാവരും ആശ്വസിച്ചിരിക്കുകയായിരുന്നു, കുഴപ്പമില്ല എന്ന്. പക്ഷെ ശാസ്ത്രത്തെ വീണ്ടും തോൽപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ശാസ്ത്രം പോലും പകച്ചു നിൽക്കുകയാണ്. ഇതിനൊരു അറുതി വരുത്താനായിട്ട് അവർക്ക് സാധിക്കുന്നു. ശാസ്ത്രലോകം തന്നെ പകച്ചു നിൽക്കുകയാണ്. പുതിയ വേരിയന്റ് വരുന്നു. ലോകത്തിന്റെ സ്ഥിതി കൂടിക്കൊണ്ടേയിരിക്കുന്നു. സാമ്പത്തികമായി ഓരോ രാജ്യങ്ങളും തകർന്നുകൊണ്ടിരിക്കുകയാണ്. മനുഷ്യരെ എല്ലാവരും ഒരു വിധത്തിലല്ല മറ്റൊരു വിധത്തിൽ ഭീതിയിലാണ്, ഭയത്തിലാണ് നിൽക്കുന്നത്. അടച്ചിരിക്കുകയാണ്, മുറിയിൽ അടച്ചിരിക്കുകയാണ്. ആ ഉയർത്തെഴുന്നേറ്റ കർത്താവ് നമ്മുടെ മധ്യേ വന്നാൽ, ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിന് മാത്രമേ ഇതിനൊരു പരിഹാരം, ഇന്നത്തെ ലോകത്ത് സംജാതമായിരിക്കുന്ന സ്ഥിതിവിശേഷത്തിൽ ഒരു മാറ്റം വരുത്തുവാനായിട്ട് സാധിക്കും. അവനെ അന്വേഷിച്ച് അവൻ ഇന്നും വരാനായിട്ട് തയ്യാറായി നിൽക്കുകയാണ്. വരുമ്പോൾ അവനെ അന്വേഷിക്കുവാൻ തക്കൊണ്ട് നമുക്ക് സാധിക്കും. അവിടെ തോമസ് ലീഹ ഇല്ലായിരുന്നു. പിറ്റത്തെ ആഴ്ച വന്നപ്പോൾ അവൻ വീണ്ടും വന്നു. അന്വേഷിച്ചില്ലാത്തവനെ, ആബ്സെന്റി ആയിരുന്നവനെ അന്വേഷിച്ചു വന്നിരിക്കുന്ന ഒരു ക്രിസ്തുവിനെ വീണ്ടും കാണാൻ സാധിക്കും. ഒരുവൻ പോലും നഷ്ടപ്പെട്ടു പോകാൻ ആഗ്രഹിക്കാത്ത ദൈവം, അതാണ് നമ്മുടെ കർത്താവ്. ആ കർത്താവ് എന്നെയും നിങ്ങളെയും തേടി വന്നിരിക്കും. ഒരു പക്ഷേ പള്ളിയിൽ കിട്ടുന്ന അവസരങ്ങള്, ആരാധിക്കാനുള്ള ദൈവം തരുന്ന അവസരങ്ങൾ, ദൈവവചനം ധ്യാനിക്കുവാൻ കിട്ടുന്ന അവസരങ്ങൾ, പ്രാർത്ഥിക്കാൻ അവസരങ്ങൾ ലഭിക്കുമ്പോൾ അത് നഷ്ടപ്പെട്ടു പോകുന്നു. ചിലപ്പോൾ ഒരു പക്ഷേ മറ്റു കാര്യങ്ങൾ കൊണ്ട് അവർക്ക് അത് സാധിക്കാതെ പോകും. പക്ഷെ അവരെയും തേടിയെത്തുന്ന, മനുഷ്യനെ തേടുന്ന ഒരു ദൈവത്തെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നു. അതാണ് യേശുക്രിസ്തു. യേശുക്രിസ്തുവിന്റെ ഒരു മഹത്വം അതാണ്. ഈ യേശുക്രിസ്തുവിനെ വേണ്ട എന്ന് പറയാൻ ആർക്കും കഴിയും. യേശുക്രിസ്തു നമുക്ക് ഓരോരുത്തർക്കും ഹരമായി മാറും. നമ്മുടെ ജീവിതത്തിൽ പ്രയാസങ്ങൾ വരുമ്പോൾ, പ്രശ്നങ്ങൾ വരുമ്പോൾ, പ്രതിസന്ധി ഘട്ടങ്ങൾ വരുമ്പോൾ നിരാശപ്പെടാതെ, നിരുത്സാഹപ്പെടാതെ എന്നെ ശക്തനാക്കാൻ കഴിയുന്ന ഒരു ദൈവം. ഞാൻ മുറിയിൽ അടച്ചിരുന്നാലും, ആരുമില്ല, ഞാൻ ഏകനായിരിക്കേണ്ട ഒരവസ്ഥ വന്നാലും അവിടെയും ഓടിയെത്തി എന്നെ അന്വേഷിക്കുന്ന ഒരു ദൈവമുണ്ട് എന്ന് വിശ്വസിക്കുവാനും പ്രതീക്ഷിക്കുവാനും നമുക്ക് കഴിയണം. ഉയർത്തെഴുന്നേറ്റ കർത്താവ്, ഞാൻ കർത്താവിനെ കുറിച്ച് ഓർക്കുകയാണ്. നമ്മളെല്ലാവരും പറയും, യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുമ്പോൾ സാധാരണ കന്യക മറിയാം ബേത്ലഹേമിൽ ജനിച്ച ക്രിസ്തു ഒരു 33 വർഷക്കാലം കേരളം, പിന്നെ നസ്രയത്തില് അല്ലെ യെരുശലേമിൽ ജനിച്ചു, ജീവിച്ചു. ബേത്ലഹേമിൽ ജനിച്ചു, അവിടെ ഗലീല കടപ്പുറത്തൊക്കെ നടന്നു, കാൽവറിയിൽ പോയി അവിടെ വെച്ച് മരിച്ചു, അടക്കപ്പെട്ടു. ഒരു 3.5 വർഷക്കാലം നമ്മൾ യേശു ക്രിസ്തുവിന് കൊടുത്തു. ഒരു ചരിത്രത്തിൽ അവതരിച്ച ക്രിസ്തു, അതിൽ ഒതുക്കാനാണ് പലരും ശ്രമിക്കുന്നത്. ക്രിസ്തുവിനെ ചരിത്രത്തിൽ ഒതുക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ നാം വേദപുസ്തകം പഠിക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും ഈ ക്രിസ്തുവിന്റെ സാന്നിധ്യം, ഈ ക്രിസ്തുവിന്റെ ചരിത്രത്തിലെ ഇടപെടൽ യഥാർത്ഥത്തിൽ മനുഷ്യാവതാരം ഇൻകാർണേഷനിൽ മാത്രം ഒതുക്കി നിർത്താൻ കഴിയുന്നതല്ല. അതിനു മുമ്പും കർത്താവ് പലപ്പോഴായിട്ട് പഴയ നിയമം നമ്മുടെ സസൂക്ഷ്മം സഹൂതം പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും യേശു ക്രിസ്തു അല്ലെങ്കിൽ വചനമായ ദൈവത്തിന്റെ ഇടപെടൽ. സൃഷ്ടിയുടെ ആരംഭത്തിൽ നിത്യതയിൽ പിതാവിന്റെ മടിയിൽ ജനിച്ച പുത്രൻ തമ്പുരാൻ, സൃഷ്ടിയുടെ ആരംഭത്തിൽ പിതാവാം ദൈവം പറഞ്ഞു, കം ലെറ്റ് us make man in our own image and likeness. വരൂ, നമുക്ക് നമ്മുടെ ഛായയിലും സ്വരൂപത്തിലും മനുഷ്യനെ സൃഷ്ടിക്കാം. ആ സൃഷ്ടികർമ്മത്തിൽ പോലും പങ്കാളിയായി തീർന്നിരിക്കുന്ന പുത്രനാം ദൈവം
തൃത്വത്തിൽ രണ്ടാമനും മൂന്നാമനും ഒന്നാമനും കൂടെ ചേർന്ന് സൃഷ്ടികർമ്മം നിർവഹിക്കുന്നു. അന്ന് മുതൽ ചരിത്രത്തിൽ ഇടപെടുകയാണ്. മനുഷ്യനെ ഉണ്ടാക്കി, സ്വന്തം ഛായയിൽ ദൈവം സൃഷ്ടിച്ചു. അവന് ഏദൻ തോട്ടത്തിൽ അവനെ പറഞ്ഞയച്ചു, അവിടെ കൃഷി ചെയ്യാനും അതിനെ കാപ്പാനും, to tilt and to keep the garden. മനുഷ്യൻ തെറ്റിപ്പോയി. വൈകുന്നേരം ആകുമ്പോൾ കർത്താവ് ഇറങ്ങി വരുന്നു, അവരോട് കൂടെ നടക്കുന്നു, ഈവനിങ് വാക്ക്. മനുഷ്യന്റെ കൂടെ ആയിരിക്കുന്നു എമ്മാനുവേൽ, ദൈവത്തോട് കൂടെ മനുഷ്യനോട് കൂടെ ആയിരിക്കുന്ന ദൈവത്തെ അവിടെ വെച്ചേ കാണാം, ഏദൻ തോട്ടത്തിൽ കാണാം. അതേ ദൈവം തന്നെയാണ് വീണ്ടും നമുക്ക് മനുഷ്യാവതാരം ചെയ്ത ക്രിസ്തുവിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ആ സ്നേഹവാനായ ദൈവം മനുഷ്യനോട് കൂടെ വസിക്കാൻ ആഗ്രഹിക്കുന്ന, മനുഷ്യനെ സ്നേഹിക്കുന്ന, മനുഷ്യനെ കരുതുന്ന, പക്ഷെ ആ സ്നേഹം വേണ്ടുവണ്ണം ഉൾക്കൊള്ളുവാൻ കഴിയാതെ മറുതലിച്ച് പിശാചിന് വശംവദനായി തെറ്റിപ്പോകുന്ന മനുഷ്യനെയാണ് നാം കാണുന്നത്. ആദാമിന് ഹവ്വയും ഏദൻ തോട്ടത്തിൽ നിന്ന് അവർ നിഷ്കാസിതരായി. അതിനുശേഷം വർദ്ധിച്ചു പെരുകി ഭൂമിയിൽ നിറവേരെന്ന് പറഞ്ഞ അനുഗ്രഹം കൊടുത്ത ദൈവം അവർ വർദ്ധിച്ചു പെരുകി. ആദാമിനും ഹവ്വയ്ക്കും 2 മക്കളുണ്ടായി, കായനും ഹാബേലും. രണ്ടുപേരും കുഴപ്പമില്ലാതെ പോയിക്കൊണ്ടിരുന്നത്. അവർ ദൈവത്തിന് നേർച്ച നേർന്നു, അല്ലെങ്കിൽ ദൈവത്തിന് കാഴ്ചയായിട്ട് ദൈവസന്നിധി വന്നു. ഹാബേലിന്റെ ബലി സ്വീകരിച്ചു. അസൂയമൂത്ത് സ്വന്തം സഹോദരനെ കൊന്നു. കായീനെ അവിടെ നിന്ന് ഓടുകയാണ്. വീണ്ടും ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്ന മനുഷ്യനെയാണ് കാണാൻ സാധിക്കുക. ആരെങ്കിലും എന്നെ കല്ലെറിഞ്ഞാൽ അതുകൊണ്ട് അവിടെയും ദൈവം ഒരു പ്രൊട്ടക്ഷൻ കൊടുക്കുന്നുണ്ട്. നെറ്റിയിൽ ഒരു റൂഷ്മ ഇട്ട് കൊടുക്കുന്നുണ്ട്, ഒരു കുരിശടയാളം ഇട്ട് കൊടുക്കുന്നുണ്ട്. അവന്റെ നെറ്റിയിൽ ഒരു അടയാളം ഇട്ട് കൊടുക്കുന്നുണ്ട്. താവെന്ന് പറയുന്ന അക്ഷരമാണ്. അത് കുരിശു പോലായിരിക്കും. കുരിശു പോലാണ് എഴുതുന്നത്. അന്നേ കുരിശുണ്ട്. നെറ്റിയിലെ റൂഷ്മ ആദ്യത്തെ ഹോസോയോ പ്രാപിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും കായീനാണ്. കായീനാണ് ആദ്യത്തെ പാപമോചനം കൊടുത്തത് ദൈവം. ആരും കല്ലെറിയാതിരിക്കാൻ, അവൻ നശിച്ചു പോകാതിരിക്കാൻ അവനൊരു സംരക്ഷണം, പ്രൊട്ടക്ഷൻ. അതാണ് നമ്മുടെ ജയകരമായ ശ്രീബ. നമ്മുടെ നെറ്റിയിൽ വരയ്ക്കുന്ന റൂഷ്മ കർത്താവിന്റെ വിരലടയാണ്, സീൽ ഓഫ് അവർ ലോർഡ്. അവന്റെ ഓണർഷിപ്പാണ്. ഇതെന്റേതാണ്, ഇതെന്റെ പ്രോപ്പർട്ടി ആണെന്ന് ദൈവം നമുക്ക് അഷുറൻസ് തരുന്നത്. ആ അടയാളം അവന്റെ നെറ്റിയിലെ ദൈവം അടയാളം. താവെന്ന എബ്രായ അല്ലെങ്കിൽ സുറിയാനി പദത്തിലെ അക്ഷരത്തിന്റെ അക്ഷരമാലയിൽ താവെന്ന് പറയുന്ന അക്ഷരത്തിന് അടയാളം എന്നാണ് മീനിങ്. അത് കുരിശു പോലെയാണ് എഴുതുന്നത്. കുരിശിന് സമാനമായ രീതിയിലാണ് അവിടെ അടയാളം ഇട്ടുകൊടുത്തു. അവൻ ആദ്യത്തെ ഹൂസോയെ കൊടുത്തു, അതും പ്രാപിച്ചു. എങ്കിലും അവിടുന്ന് വീണ്ടും അവൻ പോവുകയാണ് നോദ് എന്ന് പറയുന്ന സ്ഥലത്തേക്ക്. നോദ് എന്ന വാക്കിന്റെ അർത്ഥം വാണ്ടറിങ്. ദിശാബോധം നഷ്ടപ്പെട്ട ഒരു വ്യക്തിയെ നമുക്ക് കായലിൽ കാണാൻ കഴിയും. സഹോദര ബന്ധവും ദൈവബന്ധവും നഷ്ടപ്പെട്ടപ്പോൾ അവന് ദിശാബോധം നഷ്ടപ്പെട്ടു. പ്രിയമുള്ളവരെ, ഇന്നും നമുക്ക് നമ്മുടെ ഈ ബന്ധം നഷ്ടപ്പെടുമ്പോൾ, ഈ കുരിശ് എന്ന് പറയുന്നത് the vertical piece, it relates ourselves to God. ദൈവവും നമ്മളും തമ്മിലുള്ള ബന്ധത്തെ കാണും. The horizontal piece, it implies our relation with our fellow beings. നമ്മുടെ സഹജീവികളുമായിട്ടുള്ള ബന്ധത്തെയാണ്, റിലേഷൻഷിപ്പിനെയാണ് കാണുന്നത്. അതാണ് കുരിശ്. അത് ഇന്റർസെക്ട് ചെയ്യുമ്പോൾ അത് കുരിശായി. കുരിശിന് എന്നെ ദൈവത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു. കുരിശ് എന്നെയും എൻ്റെ സഹജീവികളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് കുരിശ്. ഈ ബന്ധം നമുക്ക് നഷ്ടമാകുമ്പോൾ, അന്യമാകുമ്പോൾ നമുക്ക് ദിശാബോധം നഷ്ടപ്പെടും, സെൻസ് ഓഫ് ഡയറക്ഷൻ നഷ്ടപ്പെടും. അതാണ് കായീന് സംഭവിച്ചത്. തന്റെ സഹോദരനെ താൻ ത്യജിച്ചു, താൻ ദൈവത്തെയും ത്യജിച്ചു. ദൈവം അപ്പോഴും അവനെ അന്വേഷിച്ച് അവനെ പുറകെ നടക്കുകയാണ്. സ്നേഹവാനായ, കരുതുന്ന ഒരു ദൈവം. തന്റെ ആ മകൻ തെറ്റ് ചെയ്തെങ്കിലും, കായീൻ തെറ്റ് ചെയ്തെങ്കിലും അവനെ സ്നേഹിക്കുന്ന, അവന്റെ പാപം കണക്കിടാതെ അവനെ പിന്തുടരുന്ന, സ്നേഹിക്കുന്ന, കരുതുന്ന ഒരു ദൈവത്തെ കാണാൻ സാധിക്കും. ആദാമിനെ ഹവ്വായെ മാത്രമല്ല കായീനെയും സ്നേഹിച്ചു.
പാപം ചെയ്തു എങ്കിലും അവനെയും തേടി അവനെ വീണ്ടെടുക്കാൻ അതിൽ പിന്നീട് നമുക്ക് കാണാൻ കഴിയുന്നുള്ള ഓരോ പ്രവാചകന്മാരിലൂടെ ദൈവം ഇങ്ങനെ മനുഷ്യനെ അന്വേഷിച്ചിറങ്ങുന്ന ദൈവത്തെ കാണാൻ സാധിക്കും. പഴയ നിയമം മുഴുവൻ അത് വായിക്കാനായിട്ട് സമയമില്ലാത്തത് കൊണ്ട് ഞാൻ അതിലേക്കൊന്നും പോയിട്ടില്ല. അങ്ങനെ അവസാനം കാലം ലേഖനകർത്താവിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ദൈവം ഭാഗമായും വിവിധമായും പ്രവാചകന്മാരിലൂടെ അരുളി ചെയ്തു. ഇപ്പോൾ ഇതാ പുത്രനിലൂടെ സമ്പൂർണമായി വെളിപ്പെടുത്തി തന്നിരിക്കുന്നു. മനുഷ്യാവതാരം കാലത്തേകവിൽ കന്യക മറിയാമിന്റെ മടിയിൽ അവൻ in the fullness of time was born in the bosom of Saint Mary, Theotokos. പരിശുദ്ധ ദൈവമാതാവിന്റെ മടിയിൽ അവൻ കാലത്തികവിൽ അവൻ ബേത്ലഹേമിൽ കന്യക മറിയാമിന്റെ മടിയിൽ ചരിത്രത്തിൽ അവതരിച്ചു, ചരിത്രത്തിൽ ഇടപെടുകയാണ്. അതിൽ സമ്പൂർണമായ, അതുവരെ ഭാഗികമായ ഇടപെടൽ മനുഷ്യാവതാരം ചെയ്ത ക്രിസ്തുവിൽ പൂർണ്ണമായ ഒരു ദൈവിക ഇടപെടൽ, ഡിവൈൻ ഇന്റർവെൻഷൻ ഇൻ ഇറ്റ്സ് ഫുൾനെസ്, ചരിത്രത്തിൽ ഇടപെട്ടു. വീണ്ടും നമ്മൾ കാണുന്നു ചരിത്രത്തിൽ 33.5 വർഷക്കാലം ഭൂമിയിൽ മനുഷ്യനോടൊപ്പം വസിച്ച് മനുഷ്യന്റെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളെയും സ്പർശിച്ചു. താൻ മരിച്ചു, അടക്കപ്പെട്ടു, 3-ാം ദിവസം അവൻ ഉയർത്തെഴുന്നേറ്റു. ഇന്നും അവൻ തന്റെ പ്രവർത്തനവും ആയിട്ട് മുന്നോട്ട് പോകുന്നു എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. കർത്താവിന് അപ്പോൾ ഇൻകാർണേഷൻ ഓഫ് ക്രൈസ്റ്റ്, അല്ലെ ക്രൈസ്റ്റ് ഇൻകാർണേറ്റ് എന്ന് പറയുന്ന ഒരു കാലഘട്ടമുണ്ട്. ചരിത്രത്തിൽ ഇടപെട്ട 33.5 വർഷക്കാലം. അതിനു മുമ്പ് പ്രീ എക്സിസ്റ്റൻസ് അല്ലെങ്കിൽ പ്രീ ഇൻകാർണേറ്റ് എന്ന് പറയുന്ന ഒരു പീരിയഡ്. അതാണ് ചരിത്രാതീത കാലം മുതൽ മനുഷ്യാവതാരത്തിന്റെ കാലം വരെയുള്ള ദൈവത്തിന്റെ ഇടപെടൽ. അതിനുശേഷം മനുഷ്യാവതാരം, അതിനുശേഷം വീണ്ടും അവന്റെ പ്രവർത്തനം കണ്ടിന്യൂ ചെയ്യുന്നു എന്നുള്ളതാണ്. ഉയർപ്പിന് ശേഷം 500-ൽ പരം ആൾക്കാർക്ക് പലപ്പോഴായിട്ട് പല സ്ഥലത്ത് വെച്ച് പ്രത്യക്ഷപ്പെടുന്നതായി വേദപുസ്തകം സാക്ഷിക്കുന്നു. പത്രോസ് ലീഹായ്ക്ക് പ്രത്യക്ഷപ്പെടുന്നുണ്ട്, തോമാസ് ലീഹായ്ക്ക് പ്രത്യക്ഷപ്പെടുന്നുണ്ട്, ശിഷ്യന്മാർക്കെല്ലാം പ്രത്യക്ഷപ്പെടുന്നുണ്ട്. വീണ്ടും പൗലോസ് ലീഹയ്ക്ക് പോലും കാലങ്ങൾക്ക് ശേഷം പ്രത്യക്ഷപ്പെടുന്നതായിട്ട് കാണാൻ സാധിക്കും. ഇന്നും ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു സദാ ജീവിക്കുന്നതാകയാൽ അവരെ പൂർണ്ണമായി രക്ഷിപ്പാൻ അവൻ പ്രാപ്തനാകും. ഈ കർത്താവിന്റെ രക്ഷന്റെ പ്രവർത്തനം പദ്ധതി അതിന്നും അനുസ്യൂതം തുടർന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും, മനുഷ്യനെ തേടുന്ന ഒരു ദൈവത്തെ കാണാൻ സാധിക്കും. മർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം 7-ാം വാക്യത്തില് നമ്മൾ വായിക്കുന്നുണ്ട്. മർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം 7-ാമത്തെ വാക്യം. ഇതാ നിങ്ങൾ പോയി അവന്റെ ശിഷ്യന്മാരോടും പത്രോസിനോടും അവൻ നിങ്ങൾക്ക് മുമ്പേ ഗലീലയിലേക്ക് പോകുന്നു എന്ന് പറയുവരുന്നു. ഉയർത്തെഴുന്നേറ്റ കർത്താവ് പരിശുദ്ധ പത്രോസ് ലീഹായെ തേടുന്നു. ഞാൻ 2 പിതാക്കന്മാര്, നമ്മുടെ മലങ്കര സഭയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന 2 പിതാക്കന്മാരാണല്ലോ, തോമാസ് ലീഹായും പത്രോസ് ലീഹായും. മറ്റ് ശിഷ്യന്മാരും ഒക്കെ നമ്മളുമായിട്ട് റിലേറ്റഡ് ആണെങ്കിൽ കൂടുതൽ നമ്മുടെ ഹൃദയത്തോട് ചേർത്ത് വെക്കാവുന്ന പിതാക്കന്മാർ. ഇവർ രണ്ടുപേരും നമുക്ക് വളരെയധികം ബന്ധമുള്ളത് കൊണ്ടാണ് ഞാൻ ഈ 2 പിതാക്കന്മാരുടെയും കാര്യങ്ങൾ പറയുന്നത്. പത്രോസ് ലീഹായെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം 18-ാമത്തെ വാക്യത്തിൽ കർത്താവ് വന്ന് ശിഷ്യന്മാരോട് ചോദിക്കുകയാണ്, നിങ്ങൾ എന്നെ കുറിച്ച് എന്താ പറയുന്നത്? അല്ല, മറ്റുള്ളവർ എന്നെ കുറിച്ച് എന്ത് പറയുന്നു എന്ന് ചോദിച്ചപ്പോ പറയുന്നു, നീ ഏലിയാവാണ്, യെരമിയാവാണ് എന്നൊക്കെ പറഞ്ഞു. നിങ്ങൾ എന്നെ കുറിച്ച് എന്താണ് പറയുന്നത്? അവരോട് ചോദിക്കുക. പത്രോസ് ലീഹ ചാടി എഴുന്നേറ്റിട്ട് പറയുകയാണ്, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ മശീഹയാണ്. ശീമോനെ പത്രോസെ, ബറോനായ ശീമോനെ എന്ന് വിളിച്ചിട്ടാണ് അവൻ കർത്താവ് പത്രോസ് ലീഹായെ അഭിസംബോധന ചെയ്യുന്നത്. ജഡരക്തങ്ങളല്ല, സ്വർഗത്തിലെ ദൈവമാണ് നിനക്ക് ഇത് വെളിപ്പെടുത്തിയത്. ദൈവത്തെ കുറിച്ച് അറിയണമെങ്കിൽ, സമ്പൂർണമായ ദൈവത്തെ അറിയണമെങ്കിൽ, God can only be known through God. ദൈവത്തെ അറിയണമെങ്കിൽ ദൈവത്തിന് മാത്രമേ വെളിപ്പെടുത്തി തരാൻ കഴിയൂ. ദൈവം വെളിപ്പെടുത്തി തരുന്നതനുസരിച്ചുള്ള അറിവേ നമുക്ക് നേടാൻ.
നമ്മൾ എത്ര പുസ്തകം വായിച്ചാലും എത്ര വലിയ ഗുരുക്കന്മാരുടെ പോയി അന്വേഷിച്ചാലും ദൈവം വെളിപ്പെടുത്തി തരാത്തത് ദൈവത്തെക്കുറിച്ച് പരിജ്ഞാനം അത് ഭാഗികമായിരിക്കും. ദൈവം സമ്പൂർണ്ണമായി വെളിപ്പെടുത്തി തരാത്തിടത്തോളം കാലം ദൈവത്തെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല. പുസ്തകത്തിൽ നിന്ന് വായിച്ചെടുക്കാവുന്ന, ലബോറട്ടറി കൊണ്ടുപോയി മൈക്രോസ്കോപ്പിന്റെ അടിയിൽ വെച്ചുകൊണ്ട് തെളിയിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല ദൈവം എന്ന് പറയുന്നത്. അനുഭവ തലത്തിൽ കണ്ടെത്തേണ്ടിയിരിക്കുന്നതാണ്. അത് ദൈവം നമുക്ക് വെളിപ്പെടുത്തി തരുന്നത് അനുസരിച്ച് ആ തോതിലെ ദൈവത്തെ ഉൾക്കൊള്ളുവാനായിട്ട് നമുക്ക് സാധിക്കും. തന്റെ തത്വത്തെ ആരാധിപ്പാനല്ലാതെ അറിയുവാൻ കഴിവില്ലാതിരിക്കുന്ന ദൈവം, അവൻ നമുക്ക് കലാകാലങ്ങളിൽ നമ്മുടെ അനുഭവതലത്തിൽ ദൈവത്തിന്റെ സാന്നിധ്യം, പ്രവർത്തനം, നമ്മുടെ ജീവിതത്തിലുള്ള പ്രവർത്തനം നമുക്ക് മനസ്സിലാക്കി എന്നുള്ളതാണ് നമുക്ക് ഓർക്കേണ്ടത്. ശ്ലീഹായ്ക്ക് ഇവിടെ പറയുന്നു, യു ആർ, നിനക്ക് ദൈവം ഇത് വെളിപ്പെടുത്തി തന്നതാണ്. യു ആർ പെട്രോസ്, and upon this Petra I will build my church. പത്രോസ് ശ്ലീഹ ഏറ്റു പറഞ്ഞ ആ വിശ്വാസം ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു ആകുന്നു എന്നുള്ളത്. യേശു ക്രിസ്തു സാധാരണ ഒരു മനുഷ്യനായിരുന്നില്ല. അവൻ സാക്ഷാൽ ദൈവമാണ്, ദൈവപുത്രനാണ്, ദൈവമാണ് എന്നുള്ള തിരിച്ചറിവ് അത് പ്രഖ്യാപിക്കുമ്പോഴാണ്, ആ വിശ്വാസം നമ്മൾ ഉൾക്കൊള്ളുമ്പോഴാണ്, പ്രിയമുള്ളവരെ, ഞാനും നിങ്ങളും സഭയുടെ ഭാഗമാകും. എന്നിലും നിങ്ങളിലും ദൈവം തന്റെ സഭയെ സ്ഥാപിക്കുന്നു. പത്രോസ് ശ്ലീഹ ഒരു സഭയുടെ റെപ്രസെന്റേറ്റീവ് എന്ന നിലയിൽ അവിടെ പറഞ്ഞെങ്കിലും ഞാനും നിങ്ങളും കൂടെ ഉൾക്കൊള്ളുന്നതാണ് സഭയെന്ന്. ദൈവത്തെ നാം അതിന്റെ പൂർണ്ണതയിൽ ഉൾക്കൊള്ളുവാൻ നമുക്ക് സാധിക്കും. യേശു ക്രിസ്തു സാധാരണ മനുഷ്യനാണ്. പലപ്പോഴും ഇന്ന് ക്രിസ്തുവിനെ കുറിച്ച് പറയുമ്പോൾ അവനൊരു പ്രവാചകൻ, ഒരു സാമൂഹ്യ പരിഷ്കർത്താവ്. അതിനപ്പുറത്തേക്ക് അദ്ദേഹത്തിന് ഒരു വിശേഷണം കൊടുക്കാൻ, ദൈവമാണ്, ദൈവപുത്രനാണ് എന്നുള്ള ഒരു തലത്തിലേക്ക് ചിന്തിക്കാൻ, അത്ര ആഴത്തിൽ ചിന്തിക്കാൻ പലപ്പോഴും പലരും വൈമുഖ്യം കാണിക്കുന്നതാണ്. ഇതിന് അടുത്ത മാത്രയിൽ തന്നെ പത്രോസ് ശ്ലീഹ പറയുന്നുണ്ട്, കർത്താവിന്റെ കുരിശുമരണത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ, ഞാനത് വായിക്കുന്നില്ല, അതിന്റെ ആ വിഷയങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നത് കൊണ്ട് ഞാൻ പെട്ടെന്ന് വേഗത്തിൽ അങ്ങ് പോവുകയാണ്. അവനോട് പറയുകയാണ് പിശാചേ, സാത്താനെ, കാരണം കർത്താവിന്റെ കുരിശുമരണം കർത്താവിന് വരും എന്നറിഞ്ഞപ്പോൾ അതിനെ തടുക്കാനാണ് പത്രോസ് ശ്രമിച്ചത്. കാര്യം ശരിയാ, യേശുക്രിസ്തു ദൈവമാണ്, ദൈവപുത്രനൊക്കെയാണ്, ജീവനുള്ള ദൈവത്തിന്റെ പുത്രനാണ്. ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലുന്നു. ദൈവമുള്ളവരെ ഒന്ന് ആലോചിച്ച് നോക്കും. സത്യത്തിലുള്ള സത്യദൈവവും ജനിച്ചവനും സൃഷ്ടിയല്ലാത്തവനും സാരാംശത്തിൽ പിതാവിന്റെ സമത്തോടവനും സകലവും താൻ മുഖാന്തരമായി നിർമ്മിച്ചു വന്നവനും മനുഷ്യരായ ഞങ്ങൾക്ക് രക്ഷിക്കും വേണ്ടി ദൃഷ്ടപ്രകാരം സ്വർഗ്ഗത്തിൽ നൽകി വിശുദ്ധ റൂഹായാൽ ദൈവമാതാ വിശുദ്ധ എന്ന് പറയാവുന്ന ശരീരമായി തീർന്ന് മനുഷ്യനായി. പിന്നീടുള്ളത് അങ്ങ് മിണ്ടാതിരുന്നാൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ, വിശ്വാസ പ്രമാണം പൂർത്തിയാകും. പത്രോസ് ശ്ലീഹായ്ക്ക് അവിടെ പറ്റി. അവിടെ വന്ന് കുരിശുമരണത്തെ കുറിച്ച് പറയാൻ പോകും, വേണ്ട, അത് വേണ്ടാതെ എപ്പോഴാ കർത്താവ് പറഞ്ഞ് ശാസിച്ചു. നോ, യേശുക്രിസ്തുവിന്റെ മനുഷ്യാവതാരം പൂർണ്ണമാകണമെങ്കിൽ കുരിശുമരണം വേണം, കബറടക്കം വേണം, പുനരുത്ഥാനം വേണം. അതുകൂടെ ചേർത്ത് വന്നാലേ അവന്റെ മനുഷ്യാവതാരത്തിന് പ്രസക്തി ഉണ്ടാകും. അത് അവനെ പഠിപ്പിച്ചു കൊടുക്കും. ഞാൻ അതാ പറയണം, നമ്മൾ പലപ്പോഴും നമ്മളെല്ലാം അറിയാം, നമ്മളെല്ലാം തികഞ്ഞവരാണ്, ക്രിസ്ത്യാനികളാണ്, മാമോദീസയിലൂടെ വിശ്വാസമൊക്കെ ഏറ്റെടുത്തു. പക്ഷേ അടുത്ത മാത്രയിൽ ശ്ലീഹ ഉറപ്പിക്കുന്നുണ്ട്, നിൽക്കുന്നു എന്ന് വിചാരിക്കുന്നവൻ വീഴാതിരിക്കാൻ ശ്രദ്ധിക്കും. നമ്മൾ പലപ്പോഴും നമ്മുടെ വിശ്വാസത്തെക്കുറിച്ചൊക്കെ, നമ്മുടെ പാരമ്പര്യത്തെക്കുറിച്ചൊക്കെ ഊറ്റക്കൊള്ളും. പക്ഷെ അടുത്ത നിമിഷം നമ്മൾ താഴെ വീഴാൻ സാധ്യതയുണ്ട്. ഈയുള്ള ദൈവത്തിന്റെ പുത്രനായ മശിഹാകുന്നു എന്ന് ഏറ്റുപറഞ്ഞ അതേ നാവ് കൊണ്ട് അവന്റെ മനുഷ്യാവതാരം കുരിശുമരണത്തെ ത്യജിക്കാനാണ്, തള്ളിക്കളയാനാണ് ശിമോൻ പത്രോസ് ശ്രമിക്കുന്നത്. അവിടെ കർത്താവ് ശാസിക്കുകയാണ്. നമ്മുടെ വിശ്വാസം അത് പൂർണ്ണമായി വരണമെങ്കിൽ അത് കൺസിസ്റ്റന്റ് ആയി നിൽക്കണം. അടുത്ത മാത്രയിൽ നമ്മൾ അതിൽ നിന്ന് മാറിപ്പോകാൻ ഇടയാകരുത്. ഇതും കൂടെ ചേർന്ന് വരുമ്പോഴേ കർത്താവിന്റെ മനുഷ്യാവതാരം പൂർണ്ണമാകുകയും. അപ്പൊ തനിക്ക് എന്ത് പറ്റി? അതോടുകൂടി പിന്നീട് ആ വിശ്വാസം കൺസിസ്റ്റന്റ് ആയിട്ട് നിലനിർത്താനായിട്ട് സാധിക്കുന്നില്ല.
അവിടെ നിന്ന് വീണ്ടും 3 പ്രാവശ്യം തള്ളിപ്പറയുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. കുരിശു മരണത്തിന് മുമ്പായിട്ട് കർത്താവിനെ തള്ളിപ്പറഞ്ഞ പത്രോസ്ലീഹായെ, ശരി, അല്ലെങ്കിൽ ശിമോനെയാണ് നമ്മൾ കാണുന്നത്. തന്റെ ശിഷ്യത്വം കർത്താവിനോട് കൂടെ ആയിരിക്കാൻ തെരഞ്ഞെടുത്തത് എന്തിനാ? ശിഷ്യന്മാരെ തന്നോടുകൂടി ആയിരിക്കാനും വചനം പ്രസംഗിക്കാൻ അയക്കപ്പെടുവാനും രോഗികളെ സൗഖ്യമാക്കുവാനും അവൻ 12 പേരെ തെരഞ്ഞെടുത്തു. തന്നോടുകൂടെ അരനാഴിക നേരം പോലും നിങ്ങൾക്ക് ഉണർന്നിരിക്കാൻ സാധിക്കുന്നില്ലേ എന്ന് ചോദിക്കുന്നു ശിഷ്യന്മാർ. പ്രാർത്ഥിക്കാതെ മാറി നിന്ന് ഉറങ്ങിയപ്പോഴും അവരവരുടെ ദൗത്യം മറന്നു പോകുന്നു. കർത്താവിനോട് കൂടെ ഒരു പ്രതിസന്ധി ഘട്ടം വന്നപ്പോൾ കർത്താവിനോട് കൂടെ നിൽക്കേണ്ട ശിഷ്യന്മാർ ഓരോരുത്തരായി പിന്മാറിപ്പോവുകയാണ്. കർത്താവിന്റെ കൂടെ നിൽക്കുമെന്ന് പറഞ്ഞിരുന്ന പത്രോസ്, വീമ്പളക്കിയ പത്രോസ് പോലും പിന്മാറിപ്പോകുന്നു. അവനെ ഡിനൈ ചെയ്യും. ഞാൻ അവനെ അറിയുന്നില്ല, തള്ളിപ്പറയുകയാണ്. 3 പ്രാവശ്യം കോഴി കൂവി. ആ 3 പ്രാവശ്യം തള്ളി പറഞ്ഞു കോഴി കൂവി. അതിന് ശേഷം ഉയർത്തെഴുന്നേറ്റ കർത്താവ് അന്വേഷിക്കുകയാണ്. പത്രോസിന് ശീമോനെ തേടി വരികയാണ്. വീണ്ടും വന്ന് യോഹന്നാന്റെ സുവിശേഷത്തിൽ നമ്മൾ 20-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു. 21-ാമത്തെ വാക്യം, സോറി. അവൻ പ്രാതൽ കഴിഞ്ഞ ശേഷം ശിമോൻ പത്രോസിനോട്, യോഹന്നാന്റെ മകനായ ശിമോനെ, എവിടെയും വീണ്ടും പത്രോസ് എന്ന് ബറോനായ ശിമോനെ എന്ന് അറിയിക്കും. താൻ നഷ്ടപ്പെടുത്തിയ തന്റെ ശിഷ്യത്വം തിരിച്ചു നൽകുവാൻ, റീഇൻസ്റ്റേറ്റ് ചെയ്യുവാൻ, അവന് തിരിച്ചു നൽകുവാൻ തക്കണം. നീ അവനിൽ അധികമായി എന്നെ സ്നേഹിക്കുന്നു എന്ന് അവനോട് ചോദിച്ചു. ഉവ്വ് കർത്താവേ എന്ന് അവൻ പറഞ്ഞു. ഒരേ ചോദ്യം 2 പ്രാവശ്യം. അവൾ ഉപയോഗിച്ചിരിക്കുന്ന പദം അഗാപ്പെ, ഡു യു ലവ് മീ എന്നുള്ളതിന് ഗ്രീക്കിൽ ഉപയോഗിച്ചിരിക്കുന്ന അഗാപ്പെ. അവന്റെ ഉത്തരം പൂർണ്ണമായിരുന്നില്ല. അവൻ അത് അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് പത്രോസ്ലീഹായ്ക്ക് പറ്റുന്നില്ല. അവസാനം പിന്നീട് കർത്താവ് 3-ാമത്തെ പ്രാവശ്യം ചോദിക്കുമ്പോൾ അഗാപ്പെ മാറ്റിയിട്ട് ഫിലിയോ എന്ന വാക്കാണ് ഉപയോഗിച്ചത്. അത് സാധാരണ സഹോദരങ്ങൾ തമ്മിലുള്ള സ്നേഹബന്ധത്തെയാണ്. ഉദാത്തമായ ദൈവിക സ്നേഹം, അതാണ് ദൈവം ആഗ്രഹിച്ച പത്രോസ്ലീഹായിൽ നിന്ന് ആഗ്രഹിച്ചത്. ഡു യു ലവ് മീ എന്നുള്ളത്, നീ അൺകണ്ടീഷണൽ ആയിട്ട് എന്നെ നീ സ്നേഹിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ്. പക്ഷെ അതിന് വ്യക്തമായി കിട്ടാത്തത് 3 പ്രാവശ്യം തള്ളി പറഞ്ഞതുകൊണ്ട് 3 പ്രാവശ്യം കർത്താവ് ചോദിക്കുകയാണ്. എന്നിട്ട് പറയുകയാണ്, ഈ കുഞ്ഞാടുകളെ മേയ്ക്കുക, കുട്ടാടുകളെ മേയ്ക്കുക, പെണ്ണാടുകളെ മേയ്ക്കുക എന്ന് പറഞ്ഞ് അവനെ നഷ്ടപ്പെടുത്തിയ ശിഷ്യത്വം തിരിച്ചു നൽകി അവനെ അധികാരപ്പെടുത്തുകയാണ്. കർത്താവ് അവന്റെ തലത്തിലേക്ക് ഇറങ്ങി വന്നുകൊണ്ട് അവനോട് ചോദിക്കുന്നു, ശരി, ഓക്കെ, നിനക്കത് ആ ഒരു തലത്തിലേക്ക് വളരാൻ ഇപ്പൊ പറ്റുന്നില്ല, എങ്കിലും പിന്നീട് നമുക്ക് കാണാനായിട്ട് കഴിയുന്നു കർത്താവിന് വേണ്ടി ജീവൻ പോലും കൊടുക്കാൻ രക്തസാക്ഷിയായി മാറുവാൻ തക്കവണ്ണം. ട്രൂ ഡിസൈപ്പിൾഷിപ്പ് ഗോസ് ടു ദ എക്സ്റ്റെന്റ് ഓഫ് മാർട്ടിയർഡം എന്നാണ് പറയുന്നത്. യഥാർത്ഥ ശിഷ്യത്വം എന്ന് പറയുന്നത് രക്തസാക്ഷി മരണം പ്രാപിക്കാൻ തക്കവണ്ണം ഇടയായി. അതുപോലെ ആ അവസ്ഥയിലേക്ക് പോയാൽ പോലും അതാണ് ശരിയായിട്ടുള്ള ശിഷ്യത്വം. അതിലേക്ക് പത്രോസ്ലീഹ പിന്നീട് അവൻ വളരുന്നതായിട്ട്, അവനെ ദൈവം വളർത്തിയെടുക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ ആവാസത്താൽ അവനെ അതിലേക്ക് വളർത്തുന്നതായിട്ട് കാണാൻ സാധിക്കും. എന്തായാലും അവനെ അധികാരപ്പെടുത്തി അവനെ നഷ്ടപ്പെട്ട ആ ശിഷ്യത്വം അവിടെയും നമുക്ക് കാണാൻ കഴിയും. പരിത്യജിച്ച് തള്ളിപ്പറഞ്ഞ ശീമോനെ തേടി വരുന്ന ഒരു ദൈവത്തെ. നേരത്തെ മാർത്തോമാസ്ലീഹായെ തേടി വന്ന ഒരു ക്രിസ്തുവിനെ കണ്ടു. ഇപ്പോൾ ഇതാ ശീമോനെ തേടി വന്ന കർത്താവിനെയും കണ്ടു. ആദ്യം നടന്ന സംഭവം ഇതാണെങ്കിൽ ഞാൻ തോമസ്ലീഹയുടെ ആദ്യം പറഞ്ഞു എന്ന് മാത്രമേ. 2 വ്യക്തികളും നമുക്ക് പ്രിയപ്പെട്ട പിതാക്കന്മാരാണ്. ഭാരതത്തിന്റെ അപ്പോസ്തലനായി ഇന്ത്യയിലേക്ക് സുവിശേഷം അറിയിച്ച് നമ്മള് മർത്തോമായുടെ പൈതൃകവും പേരുന്നു. ഒപ്പം പത്രോസുമായിട്ടും നമ്മൾ ക്രിസ്തീയ സഭ, നമ്മുടെ കേരളത്തിലുള്ള ക്രിസ്തീയ സഭ പരസ്പരം ബന്ധപ്പെട്ടിരിക്കും. തോമാസ്ലീഹയെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും നമ്മൾ പറയും ഡൗട്ടിങ് തോമസ്. യഥാർത്ഥത്തിൽ തോമാസ്ലീഹയെ ഞാൻ വിശ്വസിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. He was a daring Thomas. He was, of course, അദ്ദേഹത്തിന് സംശയം ഉണ്ടായിരുന്നു. സംശയത്തിന്റെ അല്ല, കുറച്ചുകൂടെ എന്താ പറഞ്ഞേ, കേട്ടുകേൾവിയിൽ വിശ്വസിക്കാൻ താല്പര്യം. അതിനൊക്കെ എവിഡൻസ് വേണം, ക്രിസ്റ്റൽ ക്ലിയർ എവിഡൻസ് വേണം. നമ്മൾക്കൊക്കെ അങ്ങനെയാണ്. കേട്ടുകേൾവിയിലൊന്നും നമ്മൾ വലിയ താല്പര്യം കാണില്ല. വിശ്വാസം
വിശ്വസിക്കണോ? എനിക്കത് കോൺക്രീറ്റ് എവിഡൻസ് വേണമെന്ന് നമ്മൾ പറയും. ആ ഒരു ആറ്റിറ്റ്യൂഡ് ആയിരിക്കണം ഒരുപക്ഷെ അദ്ദേഹം. പക്ഷെ അവിടെ പോലും അവൻ സംശാലുവാണ്. അവന് ഒരുപോലും അയോട്ട് ഓഫ് ഡൗട്ട് പോലും അവനിൽ അവശേഷിപ്പിക്കാതെ അവന് പ്രൂഫ് കൊടുക്കുകയാണ്. തൊട്ടു നോക്കിക്കോ എന്ന് പറഞ്ഞുകൊണ്ട് വിലാപ്പുറം കാണിച്ചു കൊടുക്കും. അവന് സെൻസ് ചെയ്യാൻ പറ്റി. ഞാൻ പറയും, ഹി വാസ് മോർ കിനസ്തെറ്റിക് ആൻഡ് വിഷ്വൽ ദാൻ ഓഡിറ്ററി. ചിലർക്ക് കേൾവി മതി, കേട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവും. നമുക്ക് 5 ഇന്ദ്രിയങ്ങളാണ്. കണ്ടാൽ മതി ചിലർക്ക് കേട്ടാൽ മതി, ചിലർക്ക് സ്പർശിക്കണം. കണ്ടാലും കേട്ടാലും പറ്റത്തില്ല, സ്പർശിച്ചാൽ മാത്രമേ. അപ്പം തോമസ് ലീഹായ്ക്ക് ഹി വാസ് മോർ കിനസ്തെറ്റിക് എന്ന് പറഞ്ഞാൽ സ്പർശിച്ചാൽ കാര്യങ്ങൾ കൂടുതൽ ഉൾക്കൊള്ളാൻ കഴിയും. ബിക്കോസ് സെൻസസ് ആർ ദ ഗേറ്റ്വേ ടു നോളജ്. അറിവിലേക്കുള്ള വാതായനമാണ് നമ്മുടെ സെൻസസ് എന്ന് പറയുന്നത്, ഇന്ദ്രിയങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ അത് നമുക്ക് തോമസ് ലീഹായെ സംബന്ധിച്ചിടത്തോളം കണ്ടാൽ പോരാ, അല്ല കേട്ടാൽ പോരാ, കാണുകയും വേണം, അതിന് സ്പർശിച്ച് തൊട്ട് നോക്കുക, ടെസ്റ്റിഫൈ ചെയ്യുന്നു, എക്സാമിൻ ചെയ്യുന്നു. ആ ഒരു എന്താ പറഞ്ഞ സയന്റിഫിക് ആറ്റിറ്റ്യൂഡ് ഉണ്ടായിരുന്നത് കൊണ്ടാണ് തോമസ് ലീഹായുടെ സംശയം. എങ്കിലും ആ സംശയം കർത്താവ് മാറ്റിക്കൊടുത്തു. ഡു നോട്ട് ബി ഡൗട്ട്ഫുൾ, സ്കെപ്റ്റിക്കൽ. അവനോട് പറയുകയാണ്, നീ സംശയമാകേണ്ട ആവശ്യമൊന്നുമില്ല. പലപ്പോഴും നമ്മളൊക്കെ നമ്മുടെ ജീവിതത്തിലും പല കാര്യങ്ങൾ വരുമ്പോഴും ഇത് ഇങ്ങനെയുള്ള ഡൗട്ട്ഫുൾ ആറ്റിറ്റ്യൂഡ് നമുക്ക് ഉണ്ടാകാം, ഇല്ലേ? കർത്താവിന്റെ നമ്മുടെ വിശ്വാസ സംബന്ധമായ കാര്യങ്ങൾ, പള്ളിയിലെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മളൊക്കെ ശരിക്കും പറഞ്ഞാൽ ആത്മീയ കാര്യങ്ങളൊക്കെ വരുമ്പോൾ പലപ്പോഴും നമ്മുടെ വിശ്വാസത്തെ എത്രമാത്രം നമ്മളൊക്കെ സ്വയം ഒന്ന് ആരാശിക്കുക. നമ്മൾ തോമസ് ലീഹായെ കുറ്റപ്പെടുത്തും, ഡൗട്ടിങ് തോമസ് എന്നൊക്കെ പറയും. പക്ഷെ നമ്മളൊക്കെ അത് തന്നെ വ്യക്തി ജീവിതത്തിൽ നമ്മളാരും മെച്ചമൊന്നുമല്ല. നമ്മൾ സ്വാഭാവികമായിട്ടും നമ്മൾ ഇതുപോലെ സംശയിക്കുന്ന ആൾക്കാരൊക്കെ അവിടെ കർത്താവ് വന്ന് നമുക്ക് പ്രൂഫായിട്ട് തരികയാണ്. ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു വന്ന് നമ്മളെ ധൈര്യപ്പെടുത്തുകയാണ്, നമുക്ക് ഉറപ്പ് തരുകയാണ്. ഇത് ട്രൂ ആണ്, ഇത് സത്യമാണെന്നുള്ള വിശ്വാസം പ്രഖ്യാപിക്കുകയാണ്. എന്നിട്ട് പറയുന്നു, നീ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു, പക്ഷെ കാണാതെ വിശ്വസിച്ചു ഭാഗ്യവാന്മാർ. മറ്റ് ശിഷ്യന്മാരെ കുറിച്ച് അവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? അവരും കണ്ടിട്ടാണ് പിന്നെ യേശു ക്രിസ്തുവിനെ. തോമസ് ലീഹയെ കുറിച്ച് മാത്രമല്ല, മറ്റുള്ള ശിഷ്യന്മാരും അവനെ കണ്ടു. അത് പറഞ്ഞിട്ട് അവൻ കയ്യും വിലാപ്പുറവും അവരെ കാണിച്ചു. കർത്താവിനെ കണ്ടിട്ട് ശിഷ്യന്മാർ സന്തോഷിച്ചു. മറ്റ് ശിഷ്യന്മാരും കണ്ടിട്ട് തന്നെ വിശ്വസിച്ചു. കാണാതെ വിശ്വസിച്ചവരാരാണ്? വരാതെ വിശ്വസിച്ചവരാണ് എന്നെ കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരും, നാം ഓരോരുത്തരും. നമ്മൾ ക്രിസ്തുവിനെ കണ്ടിട്ടില്ല. Yet we believe. We believe that Jesus is risen. മോറാൻ മെൻ ഖബറോ, കർത്താവ് ഖബറിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു എന്ന് വിശ്വസിച്ച് ഏറ്റുപറയുന്നു. ഓരോ ഈസ്റ്ററിനും ഓരോ ഉയർപ്പ് പെരുന്നാളിനും നമ്മൾ ഉറക്കെ പ്രഖ്യാപിക്കുന്നു, സത്യമായും കർത്താവ് ഉയർത്തെഴുന്നേറ്റു എന്ന് വിശ്വസിച്ച് ഏറ്റുപറയുന്നു. ഈ ഒരു വിശ്വാസ പ്രഖ്യാപനം എന്തിനാണ് നമ്മൾ ഓരോ വർഷവും ഇങ്ങനെ ഇത് ഈസ്റ്റർ ആഘോഷിക്കുന്നു? കർത്താവിനെ നമ്മുടെ ഈ വിശ്വാസം, നമ്മൾ ഏറ്റു പറഞ്ഞ വിശ്വാസത്തെ അരക്കിട്ട് ഉറപ്പിക്കുന്നതാണ്. റീഅഫേം അവർ ഫെയ്ത്ത് ദാറ്റ് ജീസസ് ഈസ് റിസൺ. ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്നുള്ള സത്യം ലോകത്തോട് വിളിച്ചു പറയാൻ വേണ്ടിയാണ്. അത് അന്നു മാത്രമല്ല, ഞായറാഴ്ച ദിവസം മാത്രമല്ല, അല്ല ഈസ്റ്ററിന് മാത്രമല്ല, ഓരോ ഞായറാഴ്ചയും ആരാധനയെ സംബന്ധിക്കുമ്പോഴും ഈ ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിനെയാണ് ഞാനും നിങ്ങളും പ്രഘോഷിക്കുന്നത് എന്നുള്ളത് നമ്മൾ മറന്നു പോകാൻ പാടില്ല. ഇത് ലോകമൊക്കെയും പോയി നമ്മൾ സുവിശേഷം ഈ ക്രിസ്തുവിനെ നമ്മളെ തേടിയെത്തുന്ന, നമ്മെ സ്ഥിരപ്പെടുത്തുന്ന, ധൈര്യപ്പെടുത്തുന്ന, നമ്മെ വിശ്വാസത്തിൽ ഉറപ്പിക്കുന്ന, നമ്മളെ സംശയാലുക്കളാക്കാതെ വിശ്വാസത്തിൽ ഉറപ്പിക്കുന്ന, സ്നേഹിക്കുന്ന, കരുതുന്ന ദൈവം, ആ ക്രിസ്തുവിനെ പ്രഘോഷിക്കുവാനാണ് ഓരോ വർഷവും നമ്മൾ ഈസ്റ്റർ ആഘോഷിക്കുന്നത്. ചുമന്ന തുണി കൊണ്ട് ആവരണം ചെയ്യപ്പെട്ട കുരിശ് കാണുമ്പോൾ ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിനെ കണ്ടെത്താൻ നമുക്ക് സാധിക്കും. രക്താംബരമണിഞ്ഞ ആ ക്രിസ്തുവിനെ നമുക്ക് കാണാൻ സാധിക്കും. യെശയ്യാ-പ്രവാചകൻ പറഞ്ഞ രക്താംബരമണിഞ്ഞ ആരെക്കുറിച്ച് പറഞ്ഞു? ആ ക്രിസ്തുവിനെ കുറിച്ച് ലോകത്തോട് വിളിച്ചു പറയാൻ നമുക്ക് സാധിക്കും. ഓരോ ഞായറാഴ്ച ആചരിക്കുമ്പോൾ ഈ ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിനെ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരാൻ
ആ ക്രിസ്തുവിനെ ലോകത്തിന് കൊടുക്കുവാൻ നമുക്ക് സാധിക്കണം. നമ്മുടെ ഞായറാഴ്ച ആചരണം വഴി, നമ്മുടെ ഓരോ ഈസ്റ്റർ ആഘോഷം വഴി നമുക്ക് ക്രിസ്തുവിനെ ലോകത്തിന് പകരുവാൻ സാധിക്കും. നമ്മളും എങ്ങനെയാണ് അത് ആകുന്നത്? നമ്മുടെ ആരാധനയിലൂടെ ഈ ക്രിസ്തുവിനെ അനുഭവിച്ചറിയുക എന്നതിനേക്കാൾ ഉപരി നമ്മൾ ലോകത്തിന് ക്രിസ്തുവിന്റെ സാന്നിധ്യമായി, കൗദാശിക സാന്നിധ്യമായി നമുക്ക് പകരുവാൻ സാധിക്കും. ക്രിസ്ത്യാനിയുടെ വിളി അതാണ്. വി ആർ കോൾഡ് ടു ബി ദ സാക്രമെന്റൽ പ്രസൻസ് ഓഫ് ക്രൈസ്റ്റ്. ക്രിസ്തുവിന്റെ കൗദാശിക സാന്നിധ്യം, ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിന്റെ സാന്നിധ്യമായി ലോകത്തിന് ഭയചകിതരായിരിക്കുന്ന സമൂഹത്തെ അടച്ചുകൂട്ടി, സെക്ലൂഡഡ് ആയിരിക്കുന്ന സമൂഹത്തിന്റെ ഇടയ്ക്ക് മധ്യത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് അവർക്ക് സമാധാനം കൊടുക്കാൻ, ലോകത്ത് സമാധാനം കൊടുക്കാൻ വിളിക്കപ്പെട്ടവരാണ് ക്രിസ്ത്യാനികളായി നമ്മൾ. ആ ബോധ്യം നമ്മെ ഭരിക്കട്ടെ. ഈ ഉയർപ്പിന്റെ ദിവസങ്ങൾ, ഈ 40 ദിവസം നമ്മൾ ഇതാണ് ലോകത്തോട് പ്രഘോഷിക്കുന്നത്. ഇവിടെ കൊണ്ട് 40 ദിവസം കൊണ്ട് തീർന്നില്ല, വീണ്ടും വരും. അതുകൊണ്ട് മാത്രമല്ല, ഓരോ ഞായറാഴ്ചയും നമ്മൾ ഈ വിശുദ്ധ കുർബാനയെ സംബന്ധിച്ച് ലോകത്തിലേക്ക് പോയി പറയണം. ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിന്റെ ശക്തി ചൈതന്യം, ആ സമാധാനം കൊടുക്കാൻ. നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞ് അച്ഛൻ പറഞ്ഞ് നമ്മളെ കാർമികൻ ആരാധനയിലൂടെ അനുഗ്രഹിച്ചു വിടുമ്പോൾ ആ ക്രിസ്തു ശിഷ്യന്മാർക്ക് കൊടുത്ത അതേ സമാധാനമാണ്. ആ സമാധാനം വേറിക്കൊണ്ടാണ് പള്ളിയിൽ നിന്ന് നമ്മൾ പുറത്തോട്ട് പോകുന്നത്. അത് കൊടുക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്നുള്ളത് ശാന്തമായി ചിന്തിക്കണം. പക്ഷെ പലപ്പോഴും ഇന്ന് പള്ളിയിൽ പോയി ഈ പറഞ്ഞതുപോലെ നമ്മളും ഡൗട്ട്ഫുൾ ആയിട്ടൊക്കെ ഇരിക്കുന്നത് കൊണ്ട് നമുക്ക് ആ സമാധാനം ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല. കർത്താവും എന്റെ ദൈവവും എന്ന് പള്ളിയിൽ വെച്ച് നമുക്ക് ഏറ്റു പറയാൻ, ആരാധനയെ സംബന്ധിക്കുമ്പോൾ എന്റെ ദൈവം ഇവിടെ ഉണ്ട്, ഇതെന്റെ ദൈവമാണ് എന്ന് തിരിച്ചറിയാൻ തോമസ് ലീഹയെ പോലെ കഴിയണം. പത്രോസിനെ പോലെ അനുദപിച്ച് കർത്താവ് ഉയർത്തെഴുന്നേറ്റ കർത്താവ് എന്നെ തേടിയെത്തണം, എന്നെ നിങ്ങളെയും തേടിയെത്തുമ്പോൾ ആ സമാധാനം നമുക്ക് അനുഭവിക്കാൻ പത്രോസിനും മറ്റു ശിഷ്യന്മാർക്കും അല്ലെങ്കിൽ തോമസ് ലീഹയ്ക്കും സാധിച്ചതുപോലെ എനിക്കും നിങ്ങൾക്കും സാധിക്കും. അങ്ങനെ ആ സമാധാനം കയറിക്കൊണ്ട് ലോകത്തിലേക്ക് സമാധാനം കൊടുക്കുവാൻ, ഭയചകിതരായ ലോകത്തിൽ സമാധാനം നൽകുവാൻ, അനുഗ്രഹം നൽകുവാൻ, ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിനെ കൊടുക്കുവാൻ നമുക്ക് സാധിച്ചാൽ നമ്മുടെ ജീവിതം ധന്യമായി, നമ്മുടെ മിഷൻ പൂർത്തീകരിക്കപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിനായി തീരട്ടെ നമ്മുടെ പ്രവർത്തനങ്ങൾ. നമ്മുടെ ഈ വർഷത്തെ നമ്മുടെ ഉയർപ്പിന്റെ പെരുന്നാൾ അത് 40 ദിവസവും അതിന്റെ അലയടികൾ നിലനിൽക്കുകയാണ്. അതിനുശേഷം ഓരോ ഞായറാഴ്ചയും നമ്മൾ ഈ സന്ദേശം കൈമാറാൻ, ലോകത്തിന് കൈമാറാൻ നമുക്ക് സാധിക്കണം. ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിനെ സാക്ഷിക്കുവാൻ നമുക്ക് ഇടയാകട്ടെ. എല്ലാവർക്കും നന്മകൾ നേരുന്നു. ഒരിക്കൽ കൂടി ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിന്റെ നാമത്തിലുള്ള എല്ലാ സമാധാനവും സന്തോഷവും സ്നേഹവും പകരുന്നു. കർത്താവിന്റെ സന്ദേശവാഹകരായി, ക്രിസ്തുവിന്റെ സജീവ സാന്നിധ്യമായി, കൗദാശിക സാന്നിധ്യമായി ക്രിസ്തുവിന്റെ ആ സ്നേഹം ലോകത്തിന് പകർന്നു കൊടുക്കുവാൻ, ഭയശങ്കയോടുകൂടി ഭയചകിതരായി സംശയാലുക്കളായിരിക്കുന്നവരെ ശക്തിപ്പെടുത്തുവാൻ, ധൈര്യപ്പെടുത്തുവാൻ, നമ്മൾ എപ്പോഴെങ്കിലും ജീവിതത്തിൽ കർത്താവിനെ തള്ളിപ്പറയേണ്ടതായി വന്നിട്ടുണ്ട്. പലപ്പോഴും നമ്മൾ നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ വ്യക്തി ജീവിതത്തിന്റെ വഴിത്താരയിൽ പലപ്പോഴും ക്രിസ്തുവിനെ നമ്മൾ ശിമോനെ പോലെ തള്ളിപ്പറഞ്ഞിട്ടുണ്ട്, ഇല്ലേ? നമ്മളൊക്കെ അങ്ങനെ ചെയ്തിട്ടുണ്ട്. അവിടെ അനുദപിച്ചുകൊണ്ട് അവൻ തലയടിച്ച്, പാറയിൽ തലയടിച്ച് കരഞ്ഞുന്നവൻ, അവന്റെ ചോര ഇവിടെ ചീക്കിലൂടെ ഇങ്ങനെ ഒഴുകി അവിടെ ഒരു വലിയ പാടുണ്ടായെന്നുണ്ട്. അത്രമാത്രം വേദനയോടുകൂടിയാണ് അവൻ അനുദപിച്ചതായിട്ടാണ് ശിമോൻ പത്രോസിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. ആ പിതാവിനെ പോലെ നമുക്കും അനുദപിച്ച് കർത്താവിന്റെ സന്നിധിയിലേക്ക് അടുത്തു വരുവാൻ, നമുക്ക് നഷ്ടപ്പെട്ട പ്രതാപം, നമുക്ക് നഷ്ടപ്പെട്ട എല്ലാം തിരിച്ചെടുക്കുവാൻ തക്കമാണ് ദൈവം തരാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ആചരണം, ഈ ഉയർപ്പിന്റെ ഈ ആചരണം നമുക്ക് എല്ലാ അനുഗ്രഹമായി തീരട്ടെ. ഇതിന് എല്ലാവരെയും ദൈവം സമർപ്പിച്ചായിട്ട് അനുഗ്രഹിക്കട്ടെ. സമർപ്പിച്ച് ദൈവസന്നിധി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിന്റെ നാമത്തിൽ ഒരിക്കൽ കൂടെ സ്നേഹമെന്ന് അറിയിച്ചുകൊണ്ട്, എല്ലാവരോടുള്ള നന്ദി സ്നേഹം അറിയിച്ചുകൊണ്ട് വാക്കുകളെ പ്രസംഗിക്കുന്നു. ദൈവം തന്റെ വെറുതെ എതിരിട്ടി നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുന്നു. താങ്ക് യു വന്ധ്യ ജോർജ് തങ്കച്ചൻ അച്ഛൻ. നമ്മൾ ഹെവോറ കൺവെൻഷന്റെ, ഗ്ലോറിയസ് ഗോസ്പൽ അവതരിപ്പിക്കുന്ന ഹെവോറ കൺവെൻഷന്റെ അവസാന ദിവസത്തിൽ വളരെ അനുഗ്രഹിക്കപ്പെട്ട വചനചിന്തകളിലൂടെ നാം കടന്നുപോയി. ഇന്നത്തെ വചനചിന്തയിൽ കർത്താവിന്റെ ഉയർപ്പിന് ശേഷമുള്ള 2 അപ്പോസ്തോലന്മാരുടെ അല്ലെങ്കിൽ 2 ശിഷ്യന്മാരുടെ ജീവിതത്തിൽ കർത്താവ് നൽകിയ ആ സ്നേഹം, കർത്താവ് അവരുടെ ജീവിതത്തിൽ കൊണ്ടുവന്ന ആ പുതിയ വെളിച്ചം, അല്ലെങ്കിൽ ആ വെളിച്ചം
ഒരു ക്രിസ്ത്യാനി എങ്ങനെ ആയിരിക്കണം, അല്ലെങ്കിൽ ഈ ഉയിർപ്പിന്റെ തിരുനാൾ എന്താണ് നമ്മളെ വിളിച്ചറിയിക്കുന്നത്, ഈ ലോകത്തോട് സഭ എങ്ങനെയായിരിക്കണം, സഭയുടെ മക്കൾ എങ്ങനെയായിരിക്കണം എന്ന് വളരെ മനോഹരമായി രണ്ട് അപ്പോസ്തലന്മാരുടെ ജീവിതത്തിലൂടെ പ്രിയ ജോർജ് തങ്കച്ചൻ അച്ഛൻ അദ്ദേഹം നമുക്ക് വരച്ച് കാട്ടിയിരിക്കുകയാണ്. ഇത്രയും നല്ല മെസ്സേജ് നമുക്ക് നൽകിയ പ്രിയപ്പെട്ട വന്ധ്യ ജോർജ് തങ്കച്ചൻ അച്ഛന് ഗ്ലോറിയസ് ഗോസ്പലിന്റെ പേരിലുള്ള നന്ദി ഈ തരുണത്തില് അറിയിക്കുകയാണ്. ജോർജ് തങ്കച്ചൻ അച്ഛൻ ഒരുപക്ഷെ ഇവിടെ ജോയിൻ ചെയ്തിട്ടുള്ള പല ആളുകൾക്ക്, അല്ലെങ്കിൽ എന്തായാലും മലങ്കര ഓർത്തഡോക്സ് സഭയിലെ ആളുകൾക്ക് അറിയാമെങ്കിലും ഓൾമോസ്റ്റ് ഈ ഗ്ലോറിയസ് ഗോസ്പലിൽ ജോയിൻ ചെയ്തിട്ടുള്ള പല ആളുകൾക്കും അത്ര സുപരിചിതനല്ലെങ്കിലും, അല്ലെങ്കിൽ സുപരിചിതൻ ആകാൻ സാധ്യതയില്ലെങ്കിലും, ഗ്ലോറിയസ് ഗോസ്പലിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒട്ടും വളരെ പരിചിതനാണ്. കാരണം ഗ്ലോറിയസ് ഗോസ്പലിന്റെ ഒരു ശൈശവ സമയം മുതൽ പ്രിയ ജോർജ് തങ്കച്ചൻ അച്ഛൻ ഈ ഗ്ലോറിയസ് ഗോസ്പലിനോട് കൂടെ ഉണ്ടായിരുന്നതാണ്. അതായത് വളരെ 2-3 വർഷങ്ങൾക്ക് മുമ്പൊക്കെ തന്നെ ഞങ്ങൾ ഇങ്ങനെ അദ്ദേഹവുമായിട്ടൊക്കെ ഓർത്തഡോക്സിയൊക്കെ സംസാരിക്കുന്ന ഗ്രൂപ്പുകളിലെല്ലാം ഞങ്ങള് ഒരുപാട് വചന ചിന്തകൾ ഷെയർ ചെയ്യുകയും അദ്ദേഹം പല കാര്യങ്ങൾക്കുള്ള ഉത്തരവൊക്കെ ഞാനും ജസ്റ്റിനൊക്കെ ഒരുപാട് സംശയങ്ങളൊക്കെ ചോദിക്കുമ്പോൾ അച്ഛൻ ഇങ്ങനെ ഷെയർ ചെയ്യുന്നതാണ്. ഒരു 2 വർഷം മുമ്പ് മുതൽ തന്നെ, അല്ലെങ്കിൽ ഗ്ലോറിയസ് ഗോസ്പൽ ഒരു പേജൊക്കെ തുടങ്ങുന്ന സമയം മുതലേക്ക് തന്നെ നമ്മുടെ ജോർജ് തങ്കച്ചൻ അച്ഛൻ ഈ ഗ്ലോറിയസ് ഗോസ്പലിന്റെ സന്തത സഹചാരിയാണ്. അതുകൊണ്ട് ഗ്ലോറിയസ് ഗോസ്പലിനെ സംബന്ധിച്ചിടത്തോളം അച്ഛൻ ഒട്ടും തന്നെ അത്ര വളരെ പരിചിതനായ ഒരു വ്യക്തിത്വമാണ്. ഇത്രയും നേരം ഞങ്ങൾക്ക് വേണ്ടി ഈ ഹെവോറ കൺവെൻഷന്റെ ഇത്രയും നല്ല സമയം, ഇത്രയും നല്ല വചന ധ്യാന ചിന്തകൾ, ലോകത്തിന്റെ വെളിച്ചമാകേണ്ട ക്രിസ്ത്യാനികളെ കുറിച്ചോ സഭാ മക്കളെ കുറിച്ചുള്ള കാര്യങ്ങൾ രണ്ട് അപ്പോസ്തലന്മാരുടെ ജീവിതത്തിലൂടെ പകർന്നു നൽകിയ ജോർജ് തങ്കച്ചൻ അച്ഛനോടുള്ള ഗ്ലോറിയസ് ഗോസ്പലിന്റെ നന്ദി ഒരിക്കൽ കൂടി അറിയിക്കുകയാണ്. ഒപ്പം തന്നെ ഇവിടെ ജോയിൻ ചെയ്ത എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുകയാണ്. ഇന്ന് നമ്മുടെ ഹെവോറ കൺവെൻഷന്റെ അവസാന ദിവസമാണ്. ഔദ്യോഗികമായി ഹെവോറ കൺവെൻഷൻ ഇന്ന് അവസാനിച്ചിരിക്കുകയാണ്. ഒരുപാട് പേരോട് നന്ദി പറയട്ടെ. നമ്മുടെ ഇവിടെ ജോയിൻ ചെയ്ത എല്ലാവരോടും നന്ദി അറിയിക്കുകയാണ്. ആദ്യ ദിവസം മുതൽ തന്നെ നമ്മുടെ ജോൺ സാമുവൽ അച്ഛൻ ഉണ്ടായിരുന്നു. അതേപോലെ എൽദോ എടപ്പാട് അച്ഛൻ മുംബൈയിൽ നിന്ന് നമ്മളോടുകൂടെ ജോയിൻ ചെയ്തിരുന്നു. അതുപോലെ പാസ്റ്റർ ഷിബു പിടിയേക്കൽ അതിനടുത്ത ദിവസം നമ്മളോട് വചന ചിന്തകൾ ഷെയർ ചെയ്തിരുന്നു. അതിന്റെ അടുത്ത ദിവസം ശ്രീ ജിജി തോംസൺ IAS അവറുകൾ അദ്ദേഹം നമ്മളോടുകൂടെ വചന ചിന്തകൾ പങ്കുവച്ചിരുന്നു. അതുപോലെ രാജൻ കുളമട അച്ഛൻ, അതിനുശേഷം ഡോക്ടർ പ്രദീപ്, അതുപോലെ ജോർജ് തങ്കച്ചൻ അച്ഛൻ, ഇത്രയും പേര് നമ്മളോടുകൂടെ ജോയിൻ ചെയ്തിരുന്നു. ഇതൊരു വലിയ അനുഗ്രഹമായിരുന്നു ഈ ഹെവോറ കൺവെൻഷൻ എന്ന്. വളരെ വളരെ നല്ല വചന ചിന്തകൾ, ഈ വചന ചിന്തകൾ എല്ലാ ദിവസത്തെയും നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ പുതിയ വെളിച്ചമായി, പുതിയ ജീവനായി, വെണ്മയുടെ വാരാഘോഷം, വളരെ അനുഗ്രഹിക്കപ്പെട്ട മെസ്സേജുകളാൽ ധന്യമായിരുന്നു നമ്മുടെ ഹെവോറ കൺവെൻഷൻ. അതിൽ ഒരിക്കൽ കൂടി എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുകയാണ്. അത് ഗ്ലോറിയസ് ഗോസ്പലിലെ ഹെവോറ കൺവെൻഷൻ ഔദ്യോഗികമായി അവസാനിച്ചിരിക്കുകയാണ്. ജോയിൻ ചെയ്ത എല്ലാവർക്കും, ഗ്ലോറിയസ് ഗോസ്പലിലെ ദർബാർ ടീമിലെ എല്ലാ ആളുകൾക്കുമുള്ള നന്ദി ഇത്തരണത്തിൽ അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിൽ നിന്ന് ഒരുമിക്കുന്നു. ഒരിക്കൽ കൂടി നന്ദി. താങ്ക്സ്.